പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അനിയാണെങ്കിൽ നന്ദുവിനാണെങ്കിൽ ട്രീറ്റൊക്കെ കൊടുക്കാൻ വേണ്ടി നന്ദുവിനൊരു ഹോട്ടലിലേക്ക് വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നന്ദു ആണെങ്കിൽ ഹോട്ടലിലേക്കൊക്കെ വന്നിട്ടാണെങ്കിൽ അവിടെ നമ്മൾ അനിയെ നോക്കുമ്പം അനിയെ കാണത്തൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നന്ദു അനിയനെ വിളിക്കുമ്പോൾ അനിതാ വരുന്നതെന്നൊക്കെ പറഞ്ഞ് നന്ദുവിൻ്റെ അടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ നന്ദു ആണെങ്കിലും അനിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കുന്നുണ്ട്. അനിയാണെങ്കിൽ ആ ഹോട്ടലിൽ എത്തുന്ന സമയത്താണെങ്കിൽ നമ്മൾ അനി യാദർശികമായിട്ടാണെങ്കിൽ നമ്മൾ നവീനെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നവീൻ കാണാതിരിക്കാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ അനിയാണെങ്കിൽ ഓടിയാണെങ്കിൽ ലിഫ്റ്റിൽ കയറി ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ നവീനാണെങ്കിൽ അവിടെ 2 ക്ലയൻസൊക്കെ ആയിട്ട് നവീനും വരുന്നതാണ് ഡിന്നറൊക്കെ കഴിക്കാൻ. അങ്ങനെ നമ്മൾ നവീനാണെങ്കിൽ യാദർശികമായിട്ട് നമ്മൾ നന്ദുവിനെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. നവീൻ നന്ദുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇതെന്താ നന്ദു ഒറ്റയ്ക്ക് പോയി ഉള്ളതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നന്ദു പറയുന്നുണ്ട്, അതല്ല പിന്നെ അനിയാണെങ്കിൽ ഇപ്പം നിനക്ക് ജയിച്ചതിൻ്റെ ഇതിൽ അവനൊരു ട്രീറ്റ് എനിക്ക് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനിവിടെ വന്നതാന്നൊക്കെ പറയുന്ന സമയത്ത് നവീൻ പറയുന്നുണ്ട്, ആഹാ എന്നിട്ട് എൻ്റെ അടുത്ത് അവൻ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദു പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് അല്ലേ, അതുകൊണ്ടായിരിക്കും എൻ്റെ അടുത്ത് അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നവീൻ പറയുന്നുണ്ട്, എന്നാലും കൊള്ളാലോ ഇത്രയും സമയമായിട്ട് ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്കാണെങ്കിൽ ഈ ഹോട്ടലിൽ വന്ന് ഇരുത്തിയിട്ട് അവൻ എവിടെ പോയിരിക്കുന്നത്, അവനിക്കൊരു ഉത്തരവാദിത്തം കാര്യങ്ങളൊക്കെ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ നമ്മൾ നവീനാണെങ്കിൽ നന്ദുവിന് കുറച്ച് ഏരിയയൊക്കെ കയറ്റി കൊടുക്കുന്നുണ്ട്. നന്ദു ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയ നവീനേട്ടൻ അനിയടുത്തൊരു ദേഷ്യം പോലെ എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മളെ നവീൻ പറയുന്നുണ്ട്, എനിക്ക് ദേഷ്യവും കാര്യങ്ങളൊന്നുമില്ല, എത്രയായാലും നീ ഒരു പോലീസ് ഓഫീസർ ആണെങ്കിലും നീ ഒരു പെൺകുട്ടിയല്ലേ, അപ്പോഴത്തേക്ക് നീ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇവിടെ ഒരു ഹോട്ടലിൽ രാത്രിയൊക്കെ വന്നിരിക്കുമ്പം അത് ശരിയല്ലല്ലോ നന്ദു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ നിനക്ക് ട്രീറ്റ് തരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ വേണ്ട നേരത്തെ ഇവിടെ വരാനെന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ നമ്മൾ നവീൻ പറയുന്നുണ്ട്, എന്തായാലും അവൻ എന്നെ വിളിച്ചിട്ടില്ല, അപ്പോൾ അവൻ വരുമ്പോഴത്തേക്കും അവനിക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ, അപ്പോൾ ഞാനും നിങ്ങളെ ട്രീറ്റിൽ കൂടാന്നൊക്കെ പറഞ്ഞ് നമ്മൾ നവീൻ അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നവീനും നന്ദു മാറി മാറി അനിയെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് കോള് പോവുകയൊന്നുമില്ല. അത് തന്നെ കണക്ക് നമ്മൾ അനിയും തിരിച്ച് നമ്മൾ നന്ദുവിനെ വിളിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ അപ്പം എനിക്ക് റേഞ്ചിൻ്റെ പ്രശ്നം കാരണം അപ്പം നന്ദുവിനെ വിളിക്കാനും പറ്റുന്നില്ല. അപ്പം നമ്മൾ അനിയാണെങ്കിൽ ലിഫ്റ്റിൽ കിടന്ന് സങ്കടപ്പെട്ടുകൊണ്ട് ഇരിക്കുകയൊക്കെ ചെയ്യുന്നു. നമ്മൾ നന്ദുവിനെ ആണെങ്കിൽ നവീനാണെങ്കിൽ കുറച്ച് ഏരിയേറ്റൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, കുറച്ച് ചൂടൊക്കെ പിടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അവനെന്തായാലും ഇത്രയ്ക്കും ഒരു ഉത്തരവാദിത്വം കാര്യങ്ങളും ഇല്ലാതായി പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവന് മിക്കവാറും ആരോടെങ്കിലും കറങ്ങുമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇരിക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ നന്ദുവിനെ ആണെങ്കിൽ ഇങ്ങനെ ഒന്നും കൂടെ പറഞ്ഞ് ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നവീൻ പറയുന്നുണ്ട്, എന്തായാലും നീ ഇനി നിരാശപ്പെട്ട് പോവേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ഇന്നത്തെ വക നിനക്ക് ട്രീറ്റ് എൻ്റെ വക ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഫുഡ് വരുന്ന സമയത്ത് നന്ദു പറയുന്നുണ്ട്, എന്തായാലും അനിയും കൂടെ വരട്ടെ എന്ന് പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ നവീൻ പറയുന്നുണ്ട്, എന്തായാലും അവൻ വന്നോളാം, നീ എന്തായാലും ഫുഡ് കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഫുഡൊക്കെ കഴിച്ചിട്ടാണെങ്കിൽ നമ്മൾ ആ സമയത്ത് നമ്മൾ അനിയാണെങ്കിൽ ലിഫ്റ്റിൽ കിടന്ന് തട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹെൽപ്പിന് വേണ്ടി ഓരോരുത്തരെയൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ആരും കേൾക്കുന്നതൊന്നുമില്ല. അങ്ങനെ പിന്നെ അവർ ഫുഡൊക്കെ കഴിച്ചിട്ടാണെങ്കിൽ നവീൻ പറയുന്നുണ്ട്, എന്തായാലും ഇന്നലെ സമയം ലേറ്റ് ആയില്ലേ, നീ എന്തായാലും ഇനി ഇനി വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നന്ദുവിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് നമ്മൾ ലിഫ്റ്റ് ഓപ്പറേറ്ററൊക്കെ വന്നാണെങ്കിൽ നമ്മൾ അനിക്കാണെങ്കിൽ ലിഫ്റ്റ് ഓപ്പൺ ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അനിയാണെങ്കിൽ ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട്. അനിയാണെങ്കിൽ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി ഓടി വന്നിട്ടാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ വന്ന് നമ്മൾ നന്ദുവിനെ നോക്കിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ അവർ പറയുന്നുണ്ട്, ഇതെനിക്ക് മാഡം വന്നിരുന്നു, പക്ഷേ വേറൊരാളുമായിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ആ നവീൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് അവർ. അപ്പം നമ്മൾ അനിയാണെങ്കിൽ അവരെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്, ഞാൻ എത്ര നേരം കൊണ്ട് ലിഫ്റ്റിനകത്ത് കുടുങ്ങി കിടന്നത്, ഇത്രയും വലിയ ഹോട്ടലായിട്ട് നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം കാര്യങ്ങളും ഇല്ലെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ അവർ പറയുന്നുണ്ട്, അത് നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റും സാറേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം എനിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ടാണെങ്കിൽ അനി അവരുടെ അടുത്ത് ഒരുപാട് ചൂടാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ അനിയാണെങ്കിൽ നന്ദുവിനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നന്ദുവിൻ്റെ ഫോൺ കിട്ടുന്നതൊന്നുമില്ല. അങ്ങനെ അനിയാണെങ്കിൽ നേരെ നമ്മൾ നവീനെ വിളിക്കുന്നുണ്ട്. അപ്പം നവീനെ വിളിച്ചിട്ട് അപ്പം നവീനാണെങ്കിൽ ഭയങ്കര അഭിനയിച്ചിട്ടാണെങ്കിൽ നമ്മൾ അനിയടുത്ത് വഴക്കുമൊക്കെ പറയുന്നത്, നീ എന്തുവാ ഇങ്ങനെ കാണിക്കുന്നത്, വരാമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നീ എന്താ വരാതിരുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ അനി പറയുന്നുണ്ട്, ഞാൻ ഇതിനൊക്കെ ലിഫ്റ്റിനകത്ത് കുടുങ്ങിപ്പോയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മൾ നവീനാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും നീ വരാഞ്ഞ കാര്യമായി, എന്തായാലും നീ ലിഫ്റ്റിൽ കുടുങ്ങിയത് എന്തായാലും നന്നായി എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും നീ നിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നന്ദുവിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നേയില്ല, അപ്പോൾ അതിനെന്തായാലും നിനക്കൊരു അവസരം കിട്ടിയില്ല, ആ അവസരം എനിക്കാ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ നവീനാണെങ്കിൽ ഇങ്ങനെ മനസ്സുകൊണ്ട് സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.